പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പലപ്പോഴും പലതും ചെയ്യുവാൻ നമ്മൾക്ക് മുമ്പിലുണ്ടായിട്ടും പല ദൗത്യങ്ങളിൽ നിന്നും നാം പിന്മാറുന്നത് നാം അശക്തരാ, ബലഹീനരാ, നാം അത്ര സ്മാർട്ടല്ല എന്നൊക്കെ പറഞ്ഞല്ലേ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ബലമില്ലായ്മയോ കഴിവില്ലായ്മയോ ശക്തിയില്ലായ്മയോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. കർത്താവ് നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവ് കൂടുതൽ കൊണ്ടോ നിങ്ങൾ ഭയങ്കര ശക്തരായതുകൊണ്ടോ ഒന്നുമല്ല. അശക്തരായിരിക്കെ തന്നെ, ബലഹീനരായിരിക്കെ തന്നെ, ഒരുപാട് കഴിവ് കേടുകൾ ഉള്ളപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ വലിയ ദൗത്യങ്ങൾക്കായി അപ്പോയിൻറ്റ് ചെയ്യും. പിന്നെ എവിടെ നിന്നാ ഈ കൃപയൊക്കെ ലഭിക്കുന്നേ? എങ്ങനെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്തെടുക്കും എന്നല്ലേ ചിന്തിക്കുന്നത്? ഭാരപ്പെടേണ്ട. അനുദിനവും ഓരോ ദിവസവും ആവശ്യമായ കൃപയും ബലവും ശക്തിയും ആരോഗ്യവും മറ്റെന്തെല്ലാം നന്മകൾ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങളുടെ മേൽ സ്വർഗം ചൊരിയും. ആയതുകൊണ്ട് ഇനി ജീവിതത്തിലെ കുറവുകളൊന്നും എണ്ണിപ്പെറുക്കി പരാതി പറയണ്ട. ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് പിന്മാറണ്ട. കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിൽ, കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ആയിരിക്കുക. കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്ക്. അവിടുത്തെ ശക്തി നിങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരും. നിങ്ങൾ ഒത്തിരി ഇംപെർഫെക്റ്റ് ആയിരിക്കാം, എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പറയുന്നു, അവിടുത്തെ പവർ നിങ്ങളെ പെർഫെക്റ്റ് ആക്കും. അവിടുത്തെ ശക്തി, അസാധാരണമായ ശക്തി നിങ്ങളെ പെർഫെക്റ്റ് ആക്കും. നിങ്ങളുടെ ഇംപെർഫെക്ഷൻസ് ഒക്കെ സ്വർഗം മാറ്റും. ധൈര്യമായിട്ടിരിക്കുക. ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടെ ആയിരിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. ഞങ്ങൾ ബലഹീനതകളും കുറവുകളുമൊക്കെ എണ്ണിപ്പെറുക്കി പറഞ്ഞപ്പോൾ ഇന്ന് അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബലഹീനതയും കുറവുകളും ഒന്നും അങ്ങേക്കൊരു വിഷയമേ അല്ലല്ലോ. അങ്ങ് ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാൻ, അതിനെ പൂർത്തീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ മേൽ അളവില്ലാതെ അവിടുത്തെ കൃപ പകരുന്നതിന് നന്ദി. ആവശ്യമായ നന്മകൾ മുഴുവനും കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ബ്ലെസ് ചെയ്യുന്നു. സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്ന അപ്പാ, മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ശക്തി, അവിടുത്തെ കൃപ നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കും. അവിടുത്തെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ ശക്തിയില്ലായ്മയും ബലമില്ലായ്മയും ഒന്നും ഒരു വിഷയമേ അല്ല. ബ്ലെസ് യു.